നിലയിൽ നിന്ന് ജനൽ തുറന്നിട്ട് ഒരാൾ ഇവിടെയൊന്നും ആരെയും കാണാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ ആരെയും കാണില്ല, വീട്ടിലാരെയും കാണില്ല, നിങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞ് സത്യത്തിൽ ഒരുതരം ആട്ടിപ്പായിക്കലാണ് ചെയ്തത്. ആശാ വർക്കർമാരുടെ സമരം തീർക്കാൻ മന്ത്രിമന്ദിരത്തിലെത്തിയവരെ ആട്ടിപ്പായിച്ചതാര്? ആരും ഇറക്കി വിട്ടില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന ആശമാർ. സമര നേതാവ് ആശാ വർക്കർ അല്ലെന്ന ന്യായവുമായി വീണ ജോർജ്. ആരോഗ്യരംഗത്തെ പരിചയം കൊണ്ടാണോ വീണ ആരോഗ്യമന്ത്രിയായതെന്ന് സമരക്കാർ. സമരം തുടരുന്നു. മതവിദ്വേഷ പരാമർശത്തിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ്. 2 മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസുമായി പോലീസ് വീട്ടിലെത്തി. ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ ജോർജ് ഇല്ല. ഇൻവെസ്റ്റ് കേരളയിൽ നിക്ഷേപകരുടെ വമ്പൻ വാഗ്ദാനങ്ങൾ. ഇതുവരെ പ്രഖ്യാപിച്ചത് 40,000 കോടി രൂപയുടെ നിക്ഷേപം. ടാറ്റയും ഷറഫ് ഗ്രൂപ്പും പണം മുടക്കും. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ അട്ടിമറി ശ്രമം. കുണ്ടറയ്ക്ക് സമീപം ട്രാക്കിനു കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചു. ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമം നടത്തിയത് പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് തൊട്ട് മുൻപ്. ഇടുക്കി പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 മരണം. അപകടത്തിൽപ്പെട്ടത് ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയും ഭർത്താവും സഹോദരന്റെ ഭാര്യാപിതാവും. നിയന്ത്രണം വിട്ട ജീപ്പ് 100 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. സമരം ചെയ്തവരോട് പ്രതികാരവുമായി KSRTC. ഫെബ്രുവരിയിലെ ശമ്പളം വൈകിപ്പിക്കും. സമരം ചെയ്തവരുടെ ശമ്പള ബില്ലുകൾ പ്രത്യേകം തയ്യാറാക്കും. ശക്തമായ സമരമെന്ന മുന്നറിയിപ്പുമായി TDF. ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും. പാപ്പയുടെ ജീവന് ഭീഷണിയില്ലെന്ന് ആശുപത്രി.